സർക്കാർ പദ്ധതി നാടിന് ബാധ്യതയായി മാറിയ വാർത്തയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് പറയാനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണം ആണ് ഒടുവിൽ നാടിനും നാട്ടുകാർക്കും ബാധ്യതയായി മാറിയിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാമെന്ന വാഗ്ദാനവുമായാണ് ലൈഫ് മിഷൻ മണ്ണഞ്ചേരിയിൽ 2019 പദ്ധതിയുമായി കടന്നുവരുന്നത്. 3 കോടി ചിലവിൽ ഫ്ളാറ്റ് നിർമ്മാണം എന്നായിരുന്നു പ്രഖ്യാപനം. ഇനി 6 വർഷങ്ങൾക്കിപ്പുറം പദ്ധതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം അവർക്ക് ഇവിടെ വീട് വെച്ച് ഇവർക്ക് താമസിക്കാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ഇതിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇവർ തിരക്കുന്ന പോലുമില്ല. സർക്കാർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്തു, ഇതിൻ്റെ മുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ലൈഫ് മിഷനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ലൈഫ് മിഷന്റെ പദ്ധതികൾ മുഴുവൻ പാളിയിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മണ്ണഞ്ചേരിയിൽ ഇത് വലിയൊരു സ്വപ്ന പദ്ധതി. പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. ഇവിടെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തി വലിയ സമരപരിപാടികൾ നടത്തിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രദേശത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നാട്ടുകാർക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാന സങ്കേതമായി ഇത് മാറിയിരിക്കുന്നു. നിങ്ങൾ മേലോട്ട് നോക്കി, അവിടെ മൊത്തം മദ്യക്കുപ്പികളായിരിക്കണം. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യം കഴിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയായപ്പോഴും 2 കൂട്ടർ വന്ന് മദ്യപാനമാണ്. സ്ഥലം ഏറ്റെടുത്ത് നൽകിയ പഞ്ചായത്ത് അധികൃതർ തന്നെ പെട്ടുപോയ അവസ്ഥ. സ്വന്തം സർക്കാരിന്റെ പദ്ധതി ബാധ്യതയാണെന്ന് ഇടതുപക്ഷ പ്രതിനിധിയായ പ്രസിഡന്റ് അജിത് കുമാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. നമുക്കൊരു ബാധ്യതയും മാറിയിരിക്കുകയാണ്. അവിടെ സന്ധ്യയാകുമ്പോൾ തന്നെ വൈകിട്ട് മദ്യപന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും മാറിയിരിക്കുകയാണ്. പിന്നെ കാട് പിടിച്ച് പാമ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ ഉണ്ട്. മോഷണം നമുക്ക് കോൺട്രാക്ട് പറഞ്ഞറിഞ്ഞിട്ടില്ല, അവിടെയുള്ള നാട്ടുകാർ പറയാറുണ്ട്. അല്ലാതെ ശരിക്കും നമ്മൾ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇല്ല. അതിൻ്റെ അകത്ത് പിന്നെ ബാക്കി ചെയ്യേണ്ടത് എൻ്റെ കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടർ നമുക്കൊരു പരാതി തന്നിട്ടില്ല. MLA PP ചിത്രഞ്ജന്റെ നേതൃത്വത്തിൽ പലതവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. അന്നത്തെ നിർമ്മാണ ചെലവിൽ ഫ്ളാറ്റ് പൂർത്തിയാക്കാൻ ഇന്ന് കഴിയില്ല എന്നത് തന്നെയാണ് കരാറുകാർ പ്രധാന കാരണമായി പറയുന്നത്. പക്ഷേ പൊതുഖജനാവിലെ പണമെടുത്ത് പ്രദേശത്തിറക്കിയ നിർമ്മാണ സാമഗ്രികളെ കുറിച്ച് ആരുമൊന്നും പറയുന്നില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് 28 കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച ശേഷം പാതി വഴിയിൽ ആർക്കും പ്രയോജനമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ തന്നെ ചേരുന്നുണ്ട്. ശരണ്യ, വലിയ അനാസ്ഥ തന്നെ എന്ന് പറയാം. കാരണം 3 കോടി രൂപ ചെലവിൽ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുകയൊന്നുമല്ല. പക്ഷേ ആ തുകയിൽ ഈ പ്രൊജക്റ്റ് തീരില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന വഴി തേടാതെ അതൊരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുമ്പോൾ കൃത്യമായൊരു മറുപടി ഭരണകൂടത്തിനുണ്ടോ? അഭിലാഷ്, ഒരു സർക്കാർ പദ്ധതി, അതായത് ജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി എത്രമാത്രം അത് പൊതുജനങ്ങൾക്ക് ബാധ്യതയായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷന്റെ ഈ പ്രോജക്റ്റ്. 2019 ഈ പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയും ചെയ്തത്. ഈ പദ്ധതി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് 28 കുടുംബങ്ങൾക്ക് ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുക എന്നുള്ളതായിരുന്നു. അതായത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു അവർ തിരഞ്ഞെടുത്ത മാതൃക. അതായത് നമുക്കറിയാം, ടെമ്പററി കൺസ്ട്രക്ഷൻ പോലെ തന്നെ നിർമ്മിക്കാൻ എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അന്ന് ആ സർക്കാർ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ് ഈ നിർമ്മാണം നടത്തുന്നതിനായി വന്നത്. പക്ഷേ അതിനുശേഷം ഈ കോവിഡ് കാലയളവൊക്കെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഈ പലതവണ കരാറുകാർ ഇത് അന്നത്തെ തുകയ്ക്ക് ഇത് ചെയ്യാനാവില്ല, നിർമ്മാണ വസ്തുക്കളുടെ വില കൂടിയെന്ന് പറഞ്ഞ് പലതവണ പല കരാറുകാർ വന്നു പോകുന്നു.
ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് അവിടെ കുറെ നിർമ്മാണ വസ്തുക്കൾ ഇതിനായി ഇറക്കി വെച്ചിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന നിർമ്മാണ വസ്തുക്കൾ അതിനായി ഇറക്കി വെച്ചത് മുഴുവൻ മറ്റു രീതിയിൽ ഒന്ന് ആ ഫ്രെയിമുകളെല്ലാം തന്നെ ബെൻഡിങ്ങും അത്തരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് പലതും മോഷണം പോയി എന്നുള്ളൊരു സ്ഥിരീകരണമാണ് മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ സ്ഥലത്ത് CCTV സ്ഥാപിക്കണം എന്നാണ് മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ഇറക്കി വെച്ചിരുന്ന സാധനങ്ങൾ ആരുടെയും ഒരു ഉത്തരവാദിത്വമില്ലാതെ ലൈഫ് മിഷന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി സർക്കാരിന്റെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പദ്ധതി ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ നശിച്ചു പോയി എന്നുള്ളതും മോഷ്ടാക്കാതെ യഥേഷ്ടം കൈകാര്യം ചെയ്തു എന്നുള്ളതുമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിന്റേതായിരുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു അംഗനവാടി കെട്ടിടവും ഈ 52 സെന്റ് സ്ഥലത്തിൽ, അതായത് 52 സെന്റ് സ്ഥലം ഈ പദ്ധതിക്കായി കൊടുത്തത് മണ്ണഞ്ചേരി പഞ്ചായത്താണ്. 28 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിലായിരുന്നു ലൈഫ് മിഷൻ ഈ പ്രൊജക്ട് ആരംഭിച്ചത്. എന്നാൽ ഈ പറഞ്ഞ തൊട്ട് ആ കോമ്പൗണ്ടിനോട് ചേർന്ന് ഫ്ളാറ്റ് സമുച്ചയവും ഒപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു അംഗനവാടിക്ക് വേണ്ടിയുള്ള നിർമ്മാണങ്ങളും ആരംഭിച്ചിരുന്നു. ഇതെല്ലാം അവിടെ കിടന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടതുപക്ഷം ഭരിക്കുന്ന മണ്ണഞ്ചേരി പഞ്ചായത്ത് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഇതൊരു ബാധ്യതയായി മാറി എന്നുള്ളതാണ്. ഈ 52 സെന്റ് സ്ഥലം ഇപ്പോൾ മദ്യപന്മാരുടെ ഒരു കേന്ദ്രമാണ്, ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു കേന്ദ്രമാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ മദ്യക്കുപ്പികൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നു, രാവിലെ മുതൽ രാത്രി വരെ ആളുകൾ അവിടെ ഉണ്ടാവുന്നു, രാത്രി ഏറെ വൈകിയും ആളുകൾ ഉണ്ടാവുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം പോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് അതൊരു ലഹരിയുടെ കേന്ദ്രമായി ആ സ്ഥലം മാറി ഈ സർക്കാരിന്റെ അധീനതയിലുള്ള. ഇപ്പൊ മണ്ണഞ്ചേരി പഞ്ചായത്തിന് 52 സെന്റ് സ്ഥലം അവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ലൈഫ് മിഷന്റെ പ്രൊജക്ട് നടക്കുന്നില്ല. 28 കുടുംബങ്ങളുടെ വീട് നൽകാമെന്ന് പറഞ്ഞ അവരുടെ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് മണ്ണഞ്ചേരിയിലെ ലൈഫ് മിഷന്റെ പ്രോജക്ട് ഇപ്പോൾ നിൽക്കുന്നത്. MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ സർക്കാരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ഇതിനകത്ത് യാതൊരുവിധ തീരുമാനവും ഉണ്ടായില്ല. ഇത്രയും മുടക്കിയ പണത്തെ സംബന്ധിച്ചും അത് ഏറെക്കുറെ ഉപേക്ഷിച്ചിട്ട നിലയിലാണ് ഇപ്പോൾ ആ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനം പറയുന്നത് പണം പോയത് പോട്ടെ, പക്ഷേ അവിടെ സുരക്ഷിതമായി തൊട്ടടുത്ത് ജനങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം വേണം. ഈ ആളുകൾ എത്തുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത്രയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ അവിടെ ഇറക്കിയിരിക്കുന്നത് യഥേഷ്ടം മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അവരുടെ കാര്യങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ഒരു നടപടിയും, ഒരു സുരക്ഷിതത്വം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അഭിലാഷ്, ഇതിൽ നമ്മൾ സ്ഥലം MLA ടെലിഫോൺ ലൈനിലൂടെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് അന്വേഷിച്ചിട്ട് പറയാമെന്നാണ്. പക്ഷേ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് അവിടെ കാട് മൂടി കിടക്കുന്നു, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പോലെ വരുന്ന ഒരു പദ്ധതിക്ക് കീഴിൽ വരേണ്ട ഒരു പ്രൊജക്റ്റ്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അന്വേഷിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലെ എന്ന് മനസ്സിലാകുന്നില്ല ശരണ്യ. അഭിലാഷ്, ഈ പ്രൊജക്ടിന് വേണ്ടി PP ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരുമായി ചർച്ച നടത്തിയതാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞതെന്ന് അറിയില്ല. കാരണം MLAയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നൊരു പഞ്ചായത്ത് അധികൃതരൊക്കെ പറയുന്നൊരു മറുപടി, കരാറുകാരും തന്നെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് കരാർ തുക റിവൈസ് ചെയ്ത് കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അന്നത്തെ ഒരു പശ്ചാത്തലത്തിലെ അന്ന് അനുവദിച്ച തുക കൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കാൻ ഇപ്പോൾ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ MLA അതിനകത്ത് ഇടപെടാത്ത ഒരാളല്ല, MLA അതിനുവേണ്ടി ഇടപെട്ടിരുന്ന ഒരാളാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇത് പ്രൊജക്ട് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്നതിനപ്പുറത്തേക്ക് ഇത്രയും പണം ഉപയോഗിച്ചാണ് അവിടെ ഈ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ദൃശ്യങ്ങൾ കാണാം, ഒരുപാട് മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള ഇതിന്റെ ഓരോ ഫ്രെയിമുകളും ജോയിന്റ്സും എല്ലാം, ആ ഭിത്തികൾ വരെ അങ്ങനെ ആ ഒരു ഫ്രെയിമിനിടയിൽ മെറ്റൽ ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനിടയിൽ ഭിത്തികൾ തിരിച്ച് അങ്ങനെയാണ് ആ ഒരു നിർമ്മാണത്തിന്റെ പാറ്റേൺ. അതിനുവേണ്ടിയൊക്കെ ഇറക്കി വെച്ചിരുന്ന സാധനങ്ങൾ മുഴുവനായി മോഷ്ടിക്കപ്പെട്ട് പോയിട്ട് പോലും ഇതിനകത്ത് ആർക്കും ഒരു വിഷമം ഇല്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ പണമായി, സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് തീർച്ചയായും പൊതുജനങ്ങളുടെ പണമാണ്. ആ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെയുള്ള സമൂഹത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന 28 കുടുംബങ്ങൾക്ക് ഒരു
അത്താണിയാവേണ്ട ഒരു പ്രൊജക്റ്റാണ് ഇത്ര മോശമായ രീതിയിൽ കിടന്ന് നശിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രൊജക്റ്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ 28 കുടുംബങ്ങൾ അവിടെ താമസിക്കാൻ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടെ അവിടെ തുടങ്ങാനായുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത്, ആ അംഗനവാടി പരിസരത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ മുഴുവൻ മാലിന്യം കൂട്ടിയിട്ട ആളുകൾ കൊണ്ട് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒപ്പം തന്നെയാണ് ഈ മോഷ്ടാക്കൾ ഉൾപ്പെടെ ഈ അവിടെ വിലസുന്നു. മദ്യപന്മാരുടെ ഒരു കേന്ദ്രമായി ആ പ്രദേശത്തിന്റെ ഒരു സുരക്ഷിത സാഹചര്യം തന്നെ ഒരു പദ്ധതി നശിപ്പിച്ചു എന്നുള്ളതാണ്. അഭിലാഷ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്.